ഒരു സിനിമയിൽ അഭിനയിക്കാൻ അങ്ങേക്ക് ഒരു ക്ഷണം വന്നാൽ എന്ത് തരത്തിലുള്ള റോളുകൾ ചെയ്യാനായിരിക്കും ഇഷ്ടം? അല്ല, അതിന്റെ കാലം കഴിഞ്ഞല്ലേ. അല്ലല്ല, അങ്ങനെ ഇനിയിപ്പോ അതിന്റെ കാലം കഴിഞ്ഞല്ലോ. അത് ഇതിനു മുമ്പായി കുറച്ചുകൂടെ മുമ്പായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇപ്പൊ ആകെ പറ്റുന്ന റോളൊന്നല്ലേ ഉള്ളൂ. പ്രായമുള്ള ഒരാളുടെ റോളൊക്കെ അതല്ലേ പറ്റും. അതായത് ഇപ്പൊ ഞാൻ എന്നോട് അല്ലെങ്കിൽ മമ്മൂട്ടിക്ക, കമലഹാസനോടൊക്കെ അങ്ങേക്ക് ഒരു നല്ല സൗഹൃദമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് രഹസ്യമായിട്ട് പറഞ്ഞു, മുഖ്യമന്ത്രിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമ രജനീകാന്തിൻ്റെയാണ്. അങ്ങേക്ക് കൂടുതൽ രജനീകാന്തിന് വലിയ ഇഷ്ടമുള്ള ഒരാളാണ്. അതൊരു ഘട്ടത്തിൽ അതായിരുന്നു എന്നുള്ളത് ശരിയാണ്. കാരണം നമ്മുടെ ടി വികളിൽ സിനിമകൾ ഇങ്ങനെ വരുന്ന കാലത്ത് KTV, അതെ അതെ, അപ്പൊ ആ കാലത്ത് അതിൽ ധാരാളം രജനി പടങ്ങൾ വരാറുണ്ട്. അതും ആക്ഷൻ സിനിമകൾ. ആക്ഷൻ പടങ്ങൾ പൊതുവിൽ ഞാൻ ആക്ഷൻ പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അങ്ങയുടെ ആക്ഷൻ പടങ്ങൾ ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്. എല്ലാവരുടെയും നിങ്ങളുമായിട്ടെല്ലാമുള്ള സൗഹൃദം കാത്തു സൂക്ഷിക്കുമ്പോൾ തന്നെ ഈ പടങ്ങളുടെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിരുന്നു, പുള്ളിയുടെ ഒരു രീതികളോട്. അതെ, അതാണ് കൂടുതലും എനിക്ക് തോന്നുന്നത് അങ്ങേക്ക് അതൊരു ആക്ഷൻ സീനിനോടുള്ള താല്പര്യമാണ്. ഞാൻ നേരത്തെ പറയുകയായി, രണ്ട് സിനിമകളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് അങ്ങ്. സർ, ഈ സിനിമയിൽ ചിലപ്പോഴൊക്കെ പോലീസ് മർദ്ദനത്തിന് വിധേയനാകുന്ന കഥാപാത്രങ്ങളെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ക്യാമറയ്ക്ക് മുന്നിലുള്ള അനുഭവമാണ്. പക്ഷെ ജീവിതത്തിൽ അത് ഒരുപാട് നേരിട്ട ഒരാളെന്ന നിലയ്ക്ക് അടിയന്തരാവസ്ഥ കാലത്ത് നേരിടേണ്ടി വന്ന ക്രൂരമായ പോലീസ് മർദ്ദനം, ലോക്കപ്പിലെ ആ ഭീകരമായ രാത്രികൾ, പിന്നീട് ജയിൽവാസം, ഇതെല്ലാം ശേഷം ആ ചോര പുരണ്ട ഷർട്ട് ഉയർത്തിപ്പിടിച്ച് നിയമസഭയിൽ അങ്ങ് നടത്തിയ പ്രസംഗം ചരിത്ര പ്രസിദ്ധമാണ്. ആ ഷർട്ട് അങ്ങ് ഇന്ന് സൂക്ഷിക്കുന്നുണ്ടോ? ഇപ്പം എൻ്റെ കയ്യിലില്ല. ഇപ്പം എൻ്റെ കയ്യിലില്ല. പക്ഷെ അതുവരെ ഞാൻ സൂക്ഷിച്ചിരുന്നു. അതൊക്കെ ഒരു പ്രത്യേക അനുഭവത്തിലുള്ളതാണല്ലോ. നമ്മളെ ലോക്കപ്പിൽ ഞാനന്ന് ചെറുപ്പമാണ്, അതുകൊണ്ട് അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞു എന്ന് പറയാം. പക്ഷേ നമ്മുടെ അടിച്ച് തോല് പൊളിക്കുക എന്ന് പറയുന്നില്ലേ, എൻ്റെ ഈ ശരീരത്തിൻ്റെ തൊലി പൊളിഞ്ഞു പോയിരുന്നു. ഈ അടി കൊണ്ടിട്ട് നീര് കെട്ടിയിട്ട് അതിൻ്റെ ആ തൊലി പോയിട്ട് വേറെ തൊലി വന്നിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടായിരുന്നു. അത് അത്തരത്തിലുള്ളതായിരുന്നു തല്ല്. പിന്നെ ഈ ഒരു മിന്നലിങ്ങനെ വരും. ഈ അടി ഈ ഭാഗത്തൊക്കെ കൊണ്ടാൽ കണ്ണിൽ ഒരു മിന്നുന്ന പോലെ തോന്നും. അങ്ങനെയൊക്കെയുള്ള തല്ലായിരുന്നു അത്. വളരെ വളരെ കടുത്ത മർദ്ദനായിരുന്നു.